ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ മരപ്പണി കാര്യങ്ങളും സംബന്ധിച്ചായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അപ്പം ഇത്തവണ ഞാൻ വ്യത്യസ്തമായിട്ടൊരു ഇൻവേർട്ടർ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇൻവേർട്ടർ ഒരു CFL ബൾബ് എങ്ങനെ ഒരു ഹൈ വാൾട്ട് കൊണ്ട് കത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നേരെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് പഴയൊരു റേഡിയോയുടെ 12 വാട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. പിന്നെ ഒരു CFL ബൾബ്. ഈ CFLൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് LED എന്ന് നേരിട്ട് നമ്മൾ താഴോട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു മിനി മോട്ടർ വേണം, ബാറ്ററി, പിന്നെ കണക്ടറും വേണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് ഇതിൻ്റെ റെഡ് വയറാണ് നമ്മളിപ്പോൾ ബൾബിലോട്ട് കൊടുക്കാൻ എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ബൾബിലോട്ട് നേരിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സോൾഡറിങ് ഒന്നും ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡറിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ അത് കൊടുത്തു, ബൾബിലോട്ട് നേരിട്ട് കൊടുത്തു. ഇനി നമുക്ക് മിനി മോട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ കൊടുക്കണം. മിനി മോട്ടറിൻ്റെ ഈ ഒരു വയറ് മിനി മോട്ടറിലോട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇവത്തേന്ന് മിനി മോട്ടറിലോട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. മിനി മോട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ഒരു വയറും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിനി മോട്ടറിൽ നിന്നുള്ള വയറ് ഒരു ബാറ്ററിയുടെ കണക്ടറിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങളെ ആദ്യം കാണിക്കാൻ മറന്നുപോയതാണ് ഒരു സ്വിച്ച്. ഞാനിപ്പോൾ സ്വിച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ സ്വിച്ച് ഈ വയറയിലും ഇവത്തേലുമായിട്ടും കൂടെ കണക്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കണക്ഷനൊക്കെ കൊടുത്തു. ഇനി നമുക്ക് മിനി മോട്ടർ വർക്ക് ചെയ്യുമ്പം ഇളകിപ്പോയിരിക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു വെക്കാം. ഇപ്പം നമ്മൾ ഇൻസുലേഷൻ വെച്ചാണ് ചെയ്യണത്. ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ അതവിടെ ഇരുന്നോളും. ഇനി അത് അനങ്ങാൻ പോവായിരുന്നോളും. ഇനി നമുക്കിത് ബാറ്ററിയിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ ബൾബ് നിന്നു. അപ്പോൾ ഒരു മിനി മോട്ടർ ഒരു ബാറ്ററിയും കൊണ്ട് ഒരു CFL നമുക്ക് നിസ്സാരമായിട്ട് കത്തിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.